മുംബൈ തിരുവനന്തപുരം എയർ ഇന്ത്യ വിമാനത്തിലാണ് ബോംബ് ഭീഷണി ഉണ്ടായിരിക്കുന്നത്. തിരുവനന്തപുരത്ത് വിമാനം അടിയന്തര ലാൻഡിംഗ് നടത്തിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ അഖിൽ പാലോട്ടുമടം ചേരുന്നുണ്ട്. അഖിൽ, എപ്പോഴാണ് ഇങ്ങനെ ഒരു ബോംബ് ഭീഷണി ഉണ്ട് എന്നുള്ളൊരു വിവരം ലഭിക്കുന്നത്? ഇപ്പോൾ സ്ഥലത്ത് എന്താണ് നടക്കുന്നത്? സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പരിശോധന നടത്തുകയാണോ? തിരുവനന്തപുരത്തേക്ക് എത്തുന്ന എയർ ഇന്ത്യ വിമാനത്തിൽ ഒരു ബോംബ് ഭീഷണി സന്ദേശം എത്തുന്നത് തിരുവനന്തപുരത്ത് തന്നെ ലാൻഡ് ചെയ്യാൻ ബോംബെയിൽ നിന്ന് ആരംഭിച്ച യാത്രയാണ്. ആ വിമാനത്തിന്റെ ദൃശ്യങ്ങൾ നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ടാവും. തിരുവനന്തപുരത്ത് വിമാനത്താവളത്തിൽ അതീവ സുരക്ഷയോടുകൂടി തന്നെ ഇപ്പോൾ ലാൻഡിംഗ് നടത്തിയിരിക്കുകയാണ്. തീവ്രമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കി ഇപ്പോൾ അതിൽ നിന്നും യാത്രക്കാരെ പുറത്തേക്ക് ഇറക്കുന്നതടക്കമുള്ള ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ആ വിമാനത്തിന്റെ ഏറ്റവും അടുത്ത ദൃശ്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എൻ്റെ അടുത്തു തന്നെ ഫയർഫോഴ്സിൻ്റെയും മറ്റു പോലീസ് ഉദ്യോഗസ്ഥരുടെയും ഒക്കെ തന്നെ വാഹനങ്ങൾ എത്തി. അതിൽ നിന്നും യാത്രക്കാരെ കൊണ്ടുപോകാനുള്ള വാഹനവും അതിനരികിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ ആ വിമാനത്തിൽ നിന്നും യാത്രക്കാരെ ഇറക്കി സുരക്ഷിതമായി അവരെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റും എന്നതാണ് നമുക്ക് എയർപോർട്ട് അതോറിറ്റിയുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള അതിൽ നിന്നും യാത്രക്കാരെ ഇറക്കുന്ന ദൃശ്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അല്പസമയം മുമ്പാണ് മുംബൈയിൽ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള എയർ ഇന്ത്യ വിമാനത്തിൻ്റെ ബോംബ് ഭീഷണി നമുക്ക് അറിയാൻ സാധിച്ചത്. അതിൽ ഏതു തരത്തിലുള്ള ബോംബാണ് അല്ലെങ്കിൽ എന്ത് തരത്തിലാണ് ആ ഭീഷണി എന്നുള്ള കാര്യത്തിൽ നമുക്ക് കുറച്ചുകൂടി വ്യക്തത വരാനുണ്ട്. എന്തായാലും സുരക്ഷിതത്തോടു കൂടി തന്നെ വിമാനം ലാൻഡ് ചെയ്തിരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. AI 654 ആണ് ഇപ്പോൾ ഈ വിമാനത്തിന്റെ നമ്പർ. അതാണ് ഇപ്പോൾ ലാൻഡ് ആയിരിക്കുന്നത്. രജനി, യാത്രക്കാരെയൊക്കെ അവിടുന്ന് മാറ്റുകയാണോ അഖില? അതാണോ ആ ബസ് അവിടെ കാണുന്നത്? യാത്രക്കാരെ വളരെ സുരക്ഷിതമായി പെട്ടെന്ന് തന്നെ മാറ്റിയതിനു ശേഷമാണോ പരിശോധനകൾ നടത്തുക? ആ ഇൻഡിക്കോയുടെ 2 ബസ്സുകൾ, അതായത് ആ വിമാനത്തിന്റെ തൊട്ടരികിൽ തന്നെ കാണുന്ന ഇൻഡിക്കോയുടെ 2 ബസ്സുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആ ബസ്സുകളിലേക്കായിരിക്കും യാത്രക്കാരെ മാറ്റുക. ആ യാത്രക്കാരെ ബസ്സിലേക്ക് മാറ്റി അവരെ സുരക്ഷിതമായി കൊണ്ടെത്തിച്ചതിന് ശേഷമായിരിക്കും കൂടുതലായിട്ടുള്ള അതിൻ്റെ പരിശോധനകൾ പൂർത്തീകരിക്കുക. എന്തായാലും ഫയർഫോഴ്സും അതുപോലെ തന്നെ എയർപോർട്ട് അതോറിറ്റിയും പോലീസും ഒക്കെ തന്നെ സ്ഥലത്തെത്തി അതിൻ്റെ സുരക്ഷിതമായി തന്നെ അവരെ പുറത്തേക്ക് എത്തിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ നിന്ന് നമ്മുടെ ക്യാമറ വീഡിയോ ജേർണലിസ്റ്റായ അനൂജ് ആനാവൂരാണ് ആ ദൃശ്യങ്ങൾ പകർത്തുന്നത്. കൃത്യമായി നമുക്കത് കാണാനും സാധിക്കുന്നുണ്ട്. എന്തായാലും വലിയ അപകടമൊന്നുമില്ലാതെ, വലിയ ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഇല്ലാതെ തിരുവനന്തപുരത്ത് ലാൻഡിംഗ് നടത്തി എന്നതാണ് നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ സാധിക്കുന്നത്. എന്തായാലും യാത്രക്കാരെ അതിൽ നിന്നും സുരക്ഷിതമായി ഇപ്പോൾ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. വീണ, ലാൻഡിംഗ് നടത്തി, വിമാനത്തിന് സുരക്ഷിതമായി ലാൻഡിംഗ് നടത്താൻ സാധിച്ചു. പക്ഷേ അപ്പോഴും അഖിൽ, നമുക്ക് ആശങ്കയാവുന്നത് ഈ ബോംബ് ഭീഷണി നിലനിൽക്കുക തന്നെയാണ്. അപ്പോൾ അതിനുള്ളിലാണോ, എവിടെയാണ് ഉള്ളത്? ലഗേജിലാണോ? നമുക്ക് ഈ പരിശോധനകൾ വളരെ പെട്ടെന്ന്, എന്തായാലും എയർപോർട്ടുമായി ബന്ധപ്പെട്ട് ഇത്തരം സംവിധാനങ്ങളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ നടത്താൻ കഴിയുന്ന സംവിധാനങ്ങൾ ഉണ്ട് അവർക്ക്. അപ്പോൾ ആദ്യത്തെ പരിഗണന യാത്രക്കാരെ മാറ്റുക എന്നുള്ളതാണ്. അതിനുശേഷം ആയിരിക്കും ഒരുപക്ഷെ ഈ സുരക്ഷാ പരിശോധനകളിലേക്ക് കടക്കുക എന്നാണോ, അതോ സമാന്തരമായി സുരക്ഷാ പരിശോധനകൾ നടക്കുന്നുണ്ടോ, അറിയാൻ കഴിയുന്നുണ്ടോ? വീണ, നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഒരു കാഷ്വാലിറ്റി ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അടിയന്തരമായി വിമാനം ലാൻഡിംഗ് നടത്തി അതിനുശേഷം ആ വിമാനത്തിൽ നിന്നും യാത്രക്കാരെ മാറ്റുക എന്നുള്ളതാണ് ഇപ്പോൾ ചെയ്യുന്നത് എന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതിനു പിന്നാലെ തന്നെ ലഗേജുകൾ ഓരോന്ന് പരിശോധന നടത്തുന്നുണ്ട്. എങ്ങനെയാണ് അതിൽ ഒരു ബോംബ് ഭീഷണി ഉണ്ടായത് എന്നുള്ള കാര്യം അടക്കം പരിശോധിക്കാൻ വേണ്ടി പരിശോധന നടത്തും എന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതിനുശേഷമായിരിക്കും മറ്റേതെങ്കിലും തരത്തിലുള്ള വ്യാജ സന്ദേശമാണോ എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാവുക. എന്തായാലും യാത്രക്കാരെ സുരക്ഷിതമായി മാറ്റുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വീണ, ഓക്കെ, അഖിലേക്ക് നമുക്ക് കൂടുതൽ വിവരങ്ങളിലേക്ക് വരും സമയങ്ങളിൽ തിരിച്ചു വരാൻ, കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക. ഏതായാലും സുരക്ഷാ പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. സാധാരണഗതിയിൽ ഡോഗ് സ്ക്വാഡ്, ബോംബ് സ്ക്വാഡും ഒക്കെ വന്ന് പരിശോധനകൾ നടത്താറുണ്ട്. എത്രയും പെട്ടെന്ന് യാത്രക്കാരെ മാറ്റുക എന്നുള്ളതാണ് പ്രധാനം. അതിനുള്ള നടപടികളാണ് അവിടെ പറഞ്ഞതുപോലെ തന്നെ കാഷ്വാലിറ്റികളൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് അതിവേഗം തന്നെ ഈ യാത്രക്കാരെ മാറ്റി അവരെ സുരക്ഷിത സ്ഥാനത്തേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ നമുക്ക്
സംശയിക്കേണ്ട ഒരു കാര്യം കൂടെ, ഒപ്പം മനസ്സിലാകേണ്ട ഒരു കാര്യം, ജനങ്ങൾ ഒന്നടങ്കം ചോദിക്കുന്നതുമാണ് ഈ ഭീഷണി എവിടെ നിന്ന് വന്നു എന്നുള്ള കാര്യം. ഇക്കാര്യത്തിൽ അധികൃതർ, വിമാനത്താവള അധികൃതർ അല്ലെങ്കിൽ ഈ വിമാനവുമായി ബന്ധപ്പെട്ട അധികൃതർ എന്തെങ്കിലും ഒരു വിവരം പുറത്തു വിട്ടിട്ടുണ്ടോ അഖിലേ? ഇതുവരെ അത്തരത്തിലൊരു വിവരങ്ങളൊന്നും തന്നെ എയർപോർട്ട് അതോറിറ്റി പുറത്തു വിട്ടിട്ടില്ല. നമുക്ക് അറിയാനും അവർ അത് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത്തരത്തിലുള്ള വിവരങ്ങളൊന്നും തന്നെ അവർ പുറത്തേക്ക് വിടുന്നില്ല. ഇതിപ്പോൾ നമുക്ക് ബോംബ് ഭീഷണി ഉണ്ടായി എന്ന് മാത്രമാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലാൻഡിങ്ങിൻ്റെ സമയം കുറച്ചുകൂടി വേഗത കൂട്ടി മറ്റു സുരക്ഷാ ക്രമീകരണങ്ങൾ കൂടി ഒരുക്കി ആ വിമാനം പെട്ടെന്ന് ടേക്ക് ഓഫ് ചെയ്തു എന്നത് മാത്രമാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും വലിയൊരു അപകടം തന്നെ നമുക്ക് ഒഴിവായി എന്ന് പറയേണ്ടി വരും. കാരണം അല്ലാത്ത പക്ഷം ഏതെങ്കിലും അത് വാർത്ത ശരിയായി മാറിയിരുന്നു എങ്കിൽ എത്രമാത്രം വലിയ ദുരന്തമാണ് ഉണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് പറയേണ്ടി വരിക. എന്തായാലും ആ ദുരന്തത്തിൽ നിന്നും നമുക്ക് മോക്ഷം കിട്ടി, അല്ലെങ്കിൽ ആ ദുരന്തം ഉണ്ടായില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. എന്തായാലും ഇപ്പോൾ യാത്രക്കാർ സുരക്ഷിതമായി ബസ്സുകളിലേക്കൊക്കെ തന്നെ മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിനുശേഷം കൂടുതൽ പരിശോധന നടത്തിയതിനു ശേഷമായിരിക്കും അവർ പുറത്തേക്ക് വരിക. അപ്പോൾ പുറത്തേക്ക് വരുമ്പോൾ കാരണം ഈ തിരുവനന്തപുരത്ത് തന്നെ ടേക്ക് ഓഫ് ചെയ്യേണ്ട വിമാനമായതുകൊണ്ട് തന്നെ ആ യാത്രക്കാർ പുറത്തേക്ക് വരുമ്പോൾ അവരുടെ പ്രതികരണം എടുക്കുന്ന സമയത്ത് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിക്കും. രജനി, ഈ വിമാനം ടാക്സി വേയിലേക്ക് മാറ്റി പരിശോധന നടത്തുന്നതാണല്ലോ അഖിൽ റിപ്പോർട്ട് ചെയ്ത്. ടാക്സി വേ എന്ന് പറയുന്നത് അതൊരു ഒഴിഞ്ഞ സ്ഥലമാണോ? അതായത് ഈ ഇത്തരം പരിശോധനകൾ ഒരുപക്ഷെ ഇപ്പോഴും ബോംബ് ഭീഷണി നിലനിൽക്കുന്നതുകൊണ്ട് നമുക്ക് ആശങ്കയുണ്ട്. ആ ഭാഗം സുരക്ഷിതമായിട്ട് അങ്ങനെ മാറ്റിയത് മറ്റ് വിമാനങ്ങൾക്കോ യാത്രക്കാർക്കോ പ്രശ്നമുണ്ടാകാത്ത വിധം ചുറ്റുമുള്ള ദൂരെ നമുക്ക് മറ്റ് കെട്ടിടങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. മാത്രമല്ല, നേരത്തെ അഖിൽ തത്സമയ വിവരങ്ങൾ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ മറ്റൊരു വിമാനം അടുത്തുകൂടി പോകുന്നതും കാണാൻ കഴിഞ്ഞു. അപ്പോൾ ഈ വിമാനങ്ങളും കെട്ടിടങ്ങളും മറ്റ് സംവിധാനങ്ങളും ഒക്കെ ഉള്ള ഇടം തന്നെയാണ് ഈ ടാക്സി വേ. എങ്കിൽ പോലും അത് മറ്റ് വിമാനത്തിലെ പ്രധാനപ്പെട്ട ഇടങ്ങളിൽ നിന്നും സുരക്ഷിതമായി മാറ്റി നിർത്തിയിരിക്കുന്ന ഒരിടമാണ് ഈ ടാക്സി വേ എന്ന് പറയാമോ? വീണ, അങ്ങനെ തന്നെയാണ്. കാരണം മറ്റു വിമാനങ്ങൾക്ക് ടേക്ക് ഓഫ് ചെയ്യാനും ടേക്ക് ഓൺ ചെയ്യാനും തരത്തിൽ സംവിധാനം ഒരുക്കിയാണ് ഈ വിമാനം മറ്റൊരു ഭാഗത്തേക്ക്, ഒഴിഞ്ഞ ഭാഗത്തേക്ക്, ഏതെങ്കിലും തരത്തിൽ അത് അപകട സാധ്യത നിലനിൽക്കുന്നതാണെങ്കിൽ പോലും മറ്റൊരു വലിയ കൂടുതൽ അപകടത്തിലേക്ക് പോകാനുള്ള സാധ്യതയിൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അതിനെ പ്രത്യേകമായ ഒരു വേയിലേക്ക് മാറ്റി അതിൻ്റെ അടുത്തേക്ക് ഫയർ എഞ്ചിൻ അടക്കമുള്ളവ എത്തിച്ച് മറ്റു യാത്രക്കാരെ പെട്ടെന്ന് തന്നെ എത്തിക്കുന്നതിനുള്ള ആംബുലൻസും ബസ്സും ഒക്കെ തന്നെ ക്രമീകരിച്ച് ആ തരത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കിയാണ് ടേക്ക് ഓഫ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ വലിയ വിജനമായി ഒഴിഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലത്തേക്ക് അതിനെ നിർത്തിയിരിക്കുകയാണ് നമുക്ക് കാണുന്നത്. നമ്മുടെ ക്യാമറമാൻ അതൊന്ന് വൈഡായിട്ട് ഫ്രെയിം വെച്ചാൽ നമുക്കത് കുറച്ചുകൂടി ഒന്ന് വിശദമായി നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ സാധിക്കും. ഇപ്പോൾ നല്ല ദൂരത്ത് അത് മാറ്റി നിർത്തിയിരിക്കുന്നത് കാണാം. മറ്റു നേരത്തെ ഈ ദൃശ്യം പകർത്തുന്നതിനിടെ തന്നെ മറ്റൊരു വിമാനം ടേക്ക് ഓഫ് ചെയ്തു പോകുന്നതും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ അതിനെ സുരക്ഷിതമായി നിർത്തി തന്നെയാണ് ഇപ്പോൾ ഇതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അതിൽ യാത്രക്കാർ ബസ്സിലേക്ക് കയറുന്നതൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ആ യാത്രക്കാർ സുരക്ഷിതമായി ഇറങ്ങിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതായത് അഖിൽ, ഈ മുംബൈ തിരുവനന്തപുരം എയർ ഇന്ത്യ വിമാനമാണ് ഇത്. ലാൻഡ് ചെയ്യേണ്ട സമയത്തിനും മുൻപേ അടിയന്തരമായി ലാൻഡിംഗ് നടത്തി എന്നുള്ളതാണല്ലേ ഈ ബോംബ് ഭീഷണി ഉണ്ട് എന്നുള്ളത്. ഇത് പൈലറ്റാണ് അറിയിച്ചത് എന്ന വിവരം കൂടിയാണ് ലഭിക്കുന്നത്. അപ്പോൾ മുംബൈയിൽ നിന്ന് പുറപ്പെട്ട ഉടനെയാണോ അത് ഇതിനിടയിലാണോ എന്നുള്ള കാര്യം നമുക്ക് വ്യക്തതയില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അതിനുള്ള സംവിധാനങ്ങളൊക്കെ, ഈ പരിശോധന നടത്തുന്നതിൻ്റെ സംവിധാനങ്ങളൊക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമായി ജനം ടി വിയിലൂടെ വളരെ വ്യക്തമായി തന്നെ കാണാനും കഴിയുന്നുണ്ട്. ഈ വിമാനം ശരിക്കും ലാൻഡ് ചെയ്യേണ്ടിയിരുന്ന സമയം എപ്പോഴാണ്? ഈ അടിയന്തര ലാൻഡിംഗ് എത്ര സമയം മുൻപേ ആയിരുന്നു? നമുക്ക് മനസ്സിലാക്കുന്നത് അനുസരിച്ചിട്ടാണ് എന്നുണ്ടെങ്കിൽ ഇത് ഏകദേശം 9:30 കൂടിയാണ് ഈ വിമാനം തിരുവനന്തപുരത്ത് ടേക്ക് ഓഫ് ചെയ്യേണ്ടത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനും ഏകദേശം ഒരു 45 മിനിറ്റ് മുമ്പ് തന്നെ അത് ടേക്ക് ഓഫ് ചെയ്താണ് ഈ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഏർപ്പെടുത്തുന്നത്. കാരണം അവിടെ നിന്ന് മുംബൈയിൽ നിന്ന് തിരിച്ച് ഫ്ലൈയിങ്ങിനിടയിലായിരിക്കണം ഇത്തരത്തിലൊരു സന്ദേശം ലഭിച്ചിട്ടുണ്ടാവുക. അത് സമയോചിതമായിട്ടുള്ള പൈലറ്റിന്റെ ഇടപെടൽ കൊണ്ടായിരിക്കണം ഒരു വലിയ അപകടത്തിൽ നിന്നും നാടിനെ
സംരക്ഷിച്ച് അല്ലെങ്കിൽ അതിലെ യാത്രക്കാരെ സംരക്ഷിച്ച് ഇപ്പോൾ ടേക്ക് ഓഫ് ചെയ്തിരിക്കുന്നത്. നമുക്ക് കാണുന്നത് പോലെ തന്നെ മറ്റു ഒരു വിമാനം അത് ടേക്ക് ഓൺ ചെയ്യാനുള്ള നടപടിക്രമമാണ് നടക്കുന്നതെന്നാണ് തോന്നുന്നത്. മറ്റൊരു വിമാനം ഇപ്പുറത്തെ റൺവേയിൽ നിന്നും അത് ടേക്ക് ഓൺ ചെയ്യുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഒരു അപകടമില്ലാത്ത സാഹചര്യത്തിൽ തന്നെയാണ് മറ്റേ എയർ ഇന്ത്യയുടെ വിമാനം നിർത്തിയിരിക്കുന്നത്. മറ്റ് ഒരു വിമാനം ഇപ്പോൾ ടേക്ക് ഓൺ ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങൾ വ്യക്തമാക്കി തരുന്നുണ്ട്. അപ്പോൾ എന്തായാലും സുരക്ഷിതമായി ആ യാത്രക്കാർ പുറത്തേക്ക് എത്തും എന്ന് തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും. ഒപ്പം അഖിലെ നമുക്കിവിടെ പറയേണ്ടത്, അഖിൽ പറഞ്ഞതുപോലെ തന്നെ മറ്റൊരു വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്ന ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ഈ ജനങ്ങൾക്ക് അല്ലെങ്കിൽ യാത്രക്കാർക്ക് ആശങ്കകളൊന്നും വേണ്ട എന്ന് കാണിച്ചു കൊടുക്കുന്നത് കൂടെയാണ്. വിമാനം ഇങ്ങനെ പോകുന്നുണ്ട്, ഇപ്പോൾ ഇവരൊക്കെ തന്നെ സുരക്ഷിതമായിട്ട് എത്തി. ഇനി പരിശോധനകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഇനിയുള്ള പരിശോധന രജനി എന്തായാലും യാത്രക്കാർ മുഴുവൻ ലഗേജും പരിശോധിക്കുന്നുണ്ടാവും. വിമാനത്തിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഏതെങ്കിലും സംവിധാനം അതിനകത്ത് വ്യാജ സന്ദേശമാകാനാണ് കൂടുതൽ സാധ്യത. അപ്പോൾ ആ മെയിൽ സന്ദേശം വന്നത് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളടക്കം നമുക്ക് പരിശോധിക്കാൻ സാധിക്കുന്നുണ്ടാവും. എന്തായാലും ഇപ്പോൾ ആ വിമാനത്തിൽ നിന്നുള്ള യാത്രക്കാരെ ആ ബസ്സിലേക്ക് കയറ്റി ആ ബസ് സുരക്ഷിതമായി തന്നെ പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും മുഴുവൻ യാത്രക്കാരുടെ ലഗേജുകളും ഇവിടെ ബോംബ് സ്ക്വാഡ് പരിശോധിക്കുന്നുണ്ടാകും. ബോംബ് സ്ക്വാഡ് നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് തന്നെ അതിവേഗം 2 യൂണിറ്റ് ബോംബ് സ്ക്വാഡ് ഇവിടേക്ക് വരുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ ബോംബ് സ്ക്വാഡ് വന്ന് അവിടെ പരിശോധന നടത്തുന്നുണ്ടാകും. പരിശോധന നടത്തിയതിനു ശേഷമായിരിക്കും എയർപോർട്ടിന് ഉള്ളിലേക്ക് ആ യാത്രക്കാരെ അയക്കുക. അവിടെ കൂടുതലായിട്ടുള്ള ഒരു ചോദ്യം ചെയ്യലും അല്ലെങ്കിൽ കൂടുതൽ തരത്തിലുള്ള പരിശോധനയും ഉണ്ടാകും. ആ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും യാത്രക്കാർ പുറത്തേക്ക് ഉണ്ടാവുക. രജനി, തിരുവനന്തപുരം എയർ ഇന്ത്യ വിമാനത്തിലാണ് ബോംബ് ഭീഷണി ഉണ്ടായിരിക്കുന്നത്. വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിംഗ് നടത്തുകയായിരുന്നു വിമാനം. ഏതാണ്ട് 40 മിനിറ്റ് മുൻപേ ലാൻഡിംഗ് നടത്തി എന്നുള്ളതാണ്. സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. യാത്രക്കാരെ സുരക്ഷിതമായി അവിടെ നിന്ന് മാറ്റുകയാണ്. ഇനിയിപ്പോൾ സുരക്ഷാ പരിശോധനകൾ, ഇപ്പോൾ ടാക്സി വേ എന്ന് പറയുന്ന വളരെ സുരക്ഷിതമായ ഒരു മേഖലയിലേക്കാണ് വിമാനം മാറ്റി നിർത്തിയിരിക്കുന്നത്. ചുറ്റും മറ്റ് വിമാനങ്ങളൊക്കെ ലാൻഡ് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ അത് വളരെ അടുത്ത് നമ്മൾ സൂം ചെയ്ത് ക്യാമറ കാണിക്കുന്നതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നത്. പക്ഷെ വളരെ ദൂരെയാണ് ഈ വിമാനമുള്ളത്. സുരക്ഷിതമായ അകലത്തിൽ തന്നെയാണെന്നുള്ളതാണ് അഖിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. നിലവിൽ ഇപ്പോൾ ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല എങ്കിൽ പോലും വ്യാജ ബോംബ് ഭീഷണിയാണോ എന്നുള്ള അടക്കം പരിശോധന നടത്തുന്നുണ്ട്. സുരക്ഷാ സംവിധാനങ്ങളൊക്കെ തന്നെ അവിടെ ഒരുക്കിയിട്ടുമുണ്ട്. അപ്പം മറ്റ് യാത്രക്കാർക്ക് ഒന്നും തന്നെ പേടി വേണ്ട എന്നുകൂടെ നമ്മൾ കാണിച്ചു കൊടുത്തതായിരുന്നു. മറ്റു വിമാനങ്ങൾ അതുവഴി പോകുന്നതും ഒക്കെ തന്നെ. ഏതായാലും ഇതിൽ വിശദമായ ഒരു പരിശോധന തന്നെ നടത്താൻ തന്നെയാണ് തീരുമാനം.